വർഷങ്ങളായി നിങ്ങളെപ്പോലുള്ള ബിസിനസ് ഓണേഴ്സിനെ 1-to-1 കോച്ചിങ് 10,000 മണിക്കൂറിന് മുകളിൽ ചെയ്ത എക്സ്പീരിയൻസിൽ ഈ ബിസിനസ് ഓണേഴ്സ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് അവരെപ്പോലുള്ള ആളുകൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റാത്തത്, കുറച്ച് ബിസിനസ്സുകൾ മാത്രം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്? എൻ്റെ പേര് അരുൺ വിക്രം, നിങ്ങളുടെ സ്വന്തം ബിസിനസ് കോച്ച് ആൻഡ് 11x ഗ്രോത്ത് അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാനും സസ്റ്റൈനബിൾ ഗ്രോത്തിലേക്ക് എത്തിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടും ബിസിനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട 4 ഡയമെൻഷൻസ് ഉണ്ട്: സ്ട്രാറ്റജി, പീപ്പിൾ, എക്സിക്യൂഷൻ ആൻഡ് ക്യാഷ്. ബിസിനസ്സിലെ ഈ 4 ഡയമെൻഷൻസിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ ഒരു എക്സാമ്പിളുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യാം. നിങ്ങളുടെ ഓർഗനൈസേഷനെ ഒരു കാറായിട്ടൊന്ന് സങ്കല്പിക്കുക. ആ കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ കയറിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ ആദ്യം കാണുന്നത് സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗ് ആണ് തീരുമാനിക്കുന്നത് വണ്ടി ഇടത്തേക്ക് പോകണോ വലത്തേക്ക് പോകണോ നേരെ പോകണോ എന്നുള്ളതെല്ലാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഡയമെൻഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ സ്ട്രാറ്റജിക്കലി എത്രത്തോളം ക്ലാരിറ്റി നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ഈ ഒരു വീക്ക് എങ്ങനെയായിരിക്കണം, ഈ ഒരു മാസം എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഈ ഒരു വർഷവും അടുത്തൊരു 3 വർഷവും 5 വർഷവും ഒക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും കറക്റ്റായിട്ട് ഗോൾ സെറ്റ് ചെയ്ത് നമുക്ക് അതേ ഡയറക്ഷനിൽ പോകാനും സാധിക്കുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും ഓർഗനൈസേഷനെ അടുത്ത ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് പീപ്പിൾ ആണ്. നമ്മളുടെ വണ്ടിയുടെ എൻജിൻ എത്രത്തോളം പവർഫുൾ ആണോ അതിനനുസരിച്ചാണ് നമ്മളുടെ കോൺഫിഡൻസും മുന്നോട്ട് എത്ര ദൂരം പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയും മനസ്സിനൊരു സമാധാനവും ഒക്കെ ഉണ്ടാവുക. എന്ന് പറഞ്ഞതുപോലെ ഓർഗനൈസേഷനിൽ ടീം എത്രത്തോളം പവർഫുൾ ആണോ അതിനനുസരിച്ച് ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പീസ് ഓഫ് മൈൻഡും നമുക്കുള്ള ക്ലാരിറ്റിയും മുന്നോട്ട് ഓർഗനൈസേഷനെ എത്ര വേണമെങ്കിലും വലുതാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഹാപ്പിനെസ്സും എത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിൻ്റെ ആ ലീഡർഷിപ്പ് സ്കില്ലിലും അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലും തന്നെയാണ്. എല്ലാ ബിസിനസ് ഓണേഴ്സും വളരെയധികം അനലൈസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് മൂന്നാമത്തെ ഡയമെൻഷൻ ആയിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. കാരണം കാറിൻ്റെ ടയർ കറങ്ങുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ എക്സിക്യൂഷൻ പാർട്ട്. നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയും നമ്മളുടെ പവർഫുൾ ആയിട്ടുള്ള ടീമും കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെയെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒരിക്കലും ആ ഓർഗനൈസേഷന് എത്തിച്ചേരാൻ സാധിക്കില്ല. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് ഉണ്ട്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുണ്ട്, നല്ല ടയറും ഉണ്ട്. ഇനി നമ്മളുടെ ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഫ്യൂവൽ വേണം. ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും റോൾസ് റോയ്സ് ആണ് വണ്ടിയെങ്കിൽ പോലും മുന്നോട്ട് അനങ്ങില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ ബിസിനസ്സിലെ ഫ്യൂവൽ എന്താണ്? ക്യാഷാണ്. ഈ ക്യാഷിനെ പ്രോപ്പറായിട്ട് എത്തിക്കുക, അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ് ഓണറിൻ്റെ ഏറ്റവും പ്രൈമറി റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ, ഈ അലൈൻമെൻറ്റ് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലാൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളുടെ ടീമിനെ ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ 4 ഡയമെൻഷൻസിനെയും കറക്റ്റായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് ഓരോ ബിസിനസ് ഓണേഴ്സിനും സാധിക്കണം. സോ ഏതൊരു ബിസിനസ് ഓണറിനും അവൻ്റെ ഓർഗനൈസേഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഓർഗനൈസേഷനാക്കി 1000 കോടി രൂപയുടെ മുകളിൽ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ ഈ 4 ഡയമെൻഷൻസിനെയും വ്യക്തമായിട്ട് പഠിച്ചേ പറ്റൂ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ് സ്കെയിലിംഗ് അപ്പ് എന്ന വേൻ ഹാർനിഷിൻ്റെ ബുക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബിസിനസ് ലീഡേഴ്സ്, ആക്ഷൻ ടേക്കേഴ്സ് ആർ മണി മേക്കേഴ്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഗ്രോയിങ്.